ആത്മാവിൽ ആനന്ദം ദാനം ചെയ്യുന്ന പരമാനന്ദ സ്വരൂപനാണ് പരമഗുരു. പരമാനന്ദം സ്വരൂപമായതുകൊണ്ടാണ് ആനന്ദത്തെ കൊടുക്കാൻ കഴിയുന്നത്. പരമാനന്ദം സ്വരൂപമായുള്ള ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് പരമാത്മാവ് മാത്രമാണ്. ആ പരമാനന്ദത്തെ ദാനം ചെയ്യുവാനാണ് പരമാത്മാവ് താണിറങ്ങി വന്നത്. അപ്പോൾ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ പരമാനന്ദത്തിൽ എത്തണം എന്ന് പറയുമ്പോൾ പരമാനന്ദം ഒരാളിനെ ഉള്ളൂ എങ്കിൽ എങ്ങനെയാണ് ആത്മാക്കൾ പരമാനന്ദത്തിൽ എത്തുന്നത് എന്ന് ചിന്തിച്ചേക്കാം. ഒരാളിന് മാത്രം ഉള്ള അവകാശമാണ് ഇതെങ്കിൽ ആത്മാക്കൾ ഈ പാടുപെടുന്നതൊക്കെ വെറുതെ ആണോ എന്ന് ചിന്തിച്ചേക്കാം. അത് വെറുതെ അല്ല. പരമാനന്ദത്തിൽ നിന്നാണ് നിങ്ങൾക്കെല്ലാം ജന്മം തന്ന് ഇവിടേക്ക് അയച്ചത്. എന്തിനു വേണ്ടി? കുറ്റമറ്റ മനസാക്ഷിയിൽ ഉത്തമ ജീവിതം ചെയ്യുവാൻ അയച്ചതാണ്. കുറ്റമറ്റ മനസാക്ഷി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സത്യധർമാദികൾ മാത്രം പുലർത്തി പോകണം. സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ മുത്തുരത്നത്തിലും തത്വം നിറഞ്ഞവൻ, അതാണ് പരമാത്മാവ്. സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ നമ്മൾ രൂപപ്പെട്ടു വരുമ്പോൾ ആ പരമാത്മ വാഴ്ച തന്നെ പരന്മാരിൽ അനുഭവമാവുകയാണ്. പരമാത്മ വാഴ്ച അനുഭവമാകുമ്പോൾ പരമാനന്ദം കാണുകയാണ്. പരമാനന്ദം അപ്പോൾ അനുഭവിക്കുന്നത് ആരാണ്? ജീവാത്മാവോട് ചേർന്ന് നിൽക്കുന്ന പരമാത്മാവ് തന്നെയാണ്. അല്ലെങ്കിൽ പരമാത്മാവിൽ ബന്ധിക്കപ്പെട്ട ജീവാത്മാവാണ്. അപ്പോൾ ഒന്നായി ചേർന്നെങ്കിൽ മാത്രമേ പരമാനന്ദം അനുഭവിക്കാൻ പറ്റൂ. ഇപ്പൊ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴേ ദേവലോകത്തിലെ വാഴ്ച തീർച്ചയായും കാണാം. യാതൊരു സംശയവും ആർക്കും വേണ്ട.